ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ ബ്രേക്ക് ലൈനർ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്താൽ ഒരു കുറഞ്ഞ ബ്രാൻഡാണ്. അതായത് ഇന്ന് ഒട്ടുമിക്ക പാർട്സുകളും ഇതാവട്ടെ, ബ്രേക്ക് ലൈനർ ആവട്ടെ, എയർ ഫിൽട്ടർ ആവട്ടെ, പ്ലഗ് ആവട്ടെ, ഈ ഐറ്റംസൊക്കെ കമ്പനി ഐറ്റംസ് അല്ല, ഒക്കെ ഈ കുറഞ്ഞ ബ്രാൻഡ് ചാത്ത സാധനങ്ങളാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ബ്രേക്കൊന്നും ഒരു സ്മൂത്ത്നെസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒരു ചതഞ്ഞ പോലെ, ഒരു പഴം പോലെയാണ് എൻ്റെ ബ്രേക്കിൽ ഒരു ചതഞ്ഞ ഫീൽ നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി അതൊരു ഓയിൽ ലീക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ വന്നാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് അയച്ച് കൈയോടത് മാറ്റിയിടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് ക്ലിയറായിട്ട് പൊക്കോളും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ കൂടി ഗിയർ ബോക്സിൽ വന്നത് 120 മില്ലി ഓയിലാണ് ആകെ വന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഈ ബാക്കിലത്തെ റിയർ ഷോക്ക് അബ്സറിൻ്റെ ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട്. അത് ഇതിവിടെ ബുഷ് ഓൾറെഡി പോയെന്നൊക്കെ കേട്ടോ. അത് ബാക്ക് സൈഡ് ഗട്ടറൊക്കെ ചാടുമ്പോൾ ചെറിയൊരു അടി വന്നുണ്ട്. എയർ ഫിൽട്ടർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എയർ ഫിൽട്ടർ നമുക്ക് കിടക്കുന്നത് ഒരു കുറഞ്ഞ ബ്രാൻഡാണ്. അതിൻ്റെ പേപ്പർ ക്വാളിറ്റിയിലാണ് അതിൻ്റെ വേരിയേഷൻ വരിക. അത് ശരിക്കും നമുക്ക് എന്തായാലും ഈ പാർട്സിൻ്റെ അതേ റേറ്റും വരികയും ചെയ്യും, നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല. അപ്പോൾ എന്തായാലും എയർ ഫിൽട്ടർ നമ്മൾ മാറ്റിയിടുന്നുണ്ട്. എയർ ഫിൽട്ടറും പ്ലഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അല്ല, ബൈക്കിൻ്റെയാണ് ഇതുമായി യൂസ് ചെയ്തത്. നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക്, ഹോണ്ടയുടെ ഡിയോ ആക്റ്റീവ് മോഡൽ വണ്ടിക്ക് ഇത് എത്രയും കൂടി നീട്ടം ഉണ്ടാവും. ഇത് ചെറിയ ടൈപ്പ് ബൈക്കിന് വന്ന ടൈപ്പ് സാധനം ഇട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മാറ്റണം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് അയച്ച ഓയിൽസിൽ കൈയോടെ മാറ്റി കളയാം. ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് സെൻറ്റർ പോർഷൻ പൊട്ടിയാണ് നിൽക്കണേ. ഇതിവിടെ നോക്കുമ്പോൾ അറിയാം, ഇതിവിടെ അങ്ങനെ വിണ്ട് നിൽക്കണുണ്ടോ. അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും അത് പൊളിഞ്ഞ് പോകാവുന്നൊരു കണ്ടീഷനിൽ പൊടി വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കൈയോടെ മാറ്റി കളയണമായിരിക്കും ബെറ്റർ. എന്തായാലും നെക്സ്റ്റ് സർവീസ് വരെ എന്തായാലും കിടന്ന് ഓടും, ജയിക്കുമ്പോൾ അത് പൊട്ടും. എൻ്റെ വേരിയേറ്റർ ബോഡി റോളറൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന ഭാഗത്ത് ഉള്ളിൽ നോക്കുമ്പോൾ ചുമന്ന കളറിലാണ് തുരുമ്പാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ പ്ലേ ഉണ്ടെങ്കിൽ പിന്നെ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ നമ്മൾ മാറ്റും. ഇപ്പോൾ ഗിയർ ബോക്സ് അഴിച്ച് ചെയ്യാം എന്തായാലും. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് പിന്നീട് വലിയ പണി ഉണ്ടാക്കും. കാരണം ഗിയർ ബോക്സിനകത്ത് ആകെ കൂടി 120 മില്ലി ഓയിലേ വന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ എൻജിൻ റൂമിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ചെളിയുണ്ട്. ഈ കണ്ടീഷനിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതിപ്പോൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതുമ്പോൾ കിടക്കുന്ന പ്ലഗിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതല്ല ശരിക്കും പ്ലഗ്, ഇന്ന് നീട്ടം കൂടിയ ടൈപ്പ് പ്ലഗ്ഗാണ് വരാം ശരി. അപ്പോൾ അതും മാറ്റിയിട്ടിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് മൈലേജൊക്കെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക. ചെറിയൊരു വലിയുടെ പ്രശ്നമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പ്രോബ്ലം വരാം. നമുക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞേ, ഇതാണ് ശരിക്കും സ്കൂട്ടറിൻ്റെ തന്നെ പ്ലഗ്. ഈ പ്ലഗ്ഗാണ് ഈ നീട്ടം കൂടുതലുള്ള ടൈപ്പ്. ഇത്രയും ഡിഫറൻസ് രണ്ടും തമ്മിലുണ്ട്. കാരണം ഫയറിങ് നടക്കുക ഇത്രയും ചെറിയ പ്ലഗ് എന്ന് പറയുമ്പോൾ അത്രയും ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഫയറിങ് വരുള്ളൂ. അപ്പോൾ അത്രയും ഭാഗത്ത് മിക്കവാറും അത് കരി പിടിച്ച് ഒരവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഇരിക്കണം. പ്ലഗ് കയറാമെന്നുള്ള ദിവസം നോക്കാം, അത് റെഡിയാക്കി ഇടാൻ തരും കേട്ടോ. പിന്നെ ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ നമുക്ക് വൺ സൈഡ് ഒരേണ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആണ് ഫ്രണ്ടിലത്തെ. പിന്നെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഉണ്ടാവും, ഇത്രയും പ്ലേ ആണ്. അപ്പോൾ ബുഷ് സെറ്റ് ഫുള്ള് മാറ്റാം. ഈ കുഷ്യൻ അസംബ്ലി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. അതേപോലെ നമുക്ക് ലെഫ്റ്റ് കോമ്പി ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ടാണ് നിൽക്കണേ. ഈ രണ്ട് ബ്രേക്ക് കേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഈ ബ്രേക്ക് കേബിൾ ഇത്രയും കയറിയാണ് നിൽക്കണേ. കാരണം ഈ ലെങ്ത് തന്നെയാണ് ഈ കേബിളിനും, പക്ഷെ അത് ഔട്ടർ വലിഞ്ഞേക്കണത് കൊണ്ടാണ് അങ്ങനെ കയറി നിൽക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിടുക, അതാണ് ഏറ്റവും സേഫായിട്ടുള്ള മാർഗം. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പം മീറ്റർ ടൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാറ്റി മീറ്റർ വർക്കിംഗ് ആക്കിയിടണമാണ് നല്ലത്. പറയാൻ കാരണം വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് വരുന്നതെല്ലാം തന്നെ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് മീറ്റർ നോക്കിയില്ലെങ്കിൽ ഒന്നാലും നമ്മൾ നേരത്തെ ചെയ്തു പോകും, അതല്ലെങ്കിൽ ചെയ്യാൻ വൈകി പോകും, എങ്ങനെയാണെങ്കിലും നഷ്ടം തന്നെ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ലൈനർ കിടക്കണുണ്ടോ, ഈ കുറഞ്ഞ ലൈനറാണ്. അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ ഭാഗം നോക്കുമ്പോൾ ഇതൊന്നും ഹബ്ബിൽ പിടിക്കണ പോലും ഇല്ല. അതതിൻ്റെ ലൈനറിൻ്റെ അലൈൻമെൻറ്റിൻ്റെ വേരിയേഷൻ, അത് ലോക്കൽ സാധനം ഇട്ടുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നേക്കണേ. അപ്പോൾ നമുക്കത് ഇതെങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യാം, ഞാൻ തരാം. അത് ഏതെങ്കിലും വണ്ടിക്ക് ബൈക്ക് മോഡൽ വണ്ടിക്കൊക്കെ ഇട്ട് തീർത്ത് വിടണമെന്ന് നല്ലത്. നമ്മുടെ വണ്ടിക്ക് എന്തായാലും സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോഴാണ് അത് നമുക്കൊരു ഇത് കിട്ടുള്ളൂ, കറക്റ്റ് ബ്രേക്കിംഗ് കംഫർട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വണ്ടിയുടെ മെയിൻ സ്റ്റാൻഡ് ഓൾറെഡി നമ്മൾ മാറ്റിയിട്ടുണ്ട്, പുതിയ സ്റ്റാൻഡ് വെച്ചേക്കണേ. പറയാൻ കാരണം എന്ന് വെച്ചാൽ മറ്റേ സ്റ്റാൻഡിൻ്റെ സൈഡ് വെൽഡിങ്ങൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ഇവിടുന്ന് അലൈൻമെൻറ്റൊക്കെ കോടിയൊക്കെ ഇരിക്കണേ. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് സർവീസിന് കയറ്റുമ്പോൾ തന്നെ
കറക്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അതിപ്പോൾ കാരണം വെൽഡ് ചെയ്താലും നമുക്കത് പക്ക പെർഫെക്ഷനിൽ കിട്ടില്ല സംഭവം. എന്നിട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. എൻജിൻ ഓയിൽ മാറാൻ വേണ്ടി നമ്മൾ ബോൾട്ട് അഴിക്കും. ഇത് ഒരു പ്രാവശ്യം സ്ലീവ് ചെയ്തേക്കണതാണ് ഈ വണ്ടി ഓയിൽ ബോൾട്ട്. അപ്പോൾ ആ സ്ലീവ് അടക്കമാണ് ഊരി പോന്നേക്കണത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കയറ്റിയിടാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് ശരിക്കും സ്ലീവ് ഫുൾ ടൈറ്റ് ആവണേക്കാളും മുമ്പായിരിക്കും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തതാണ്. അതായത് സ്ലീവ് ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കാനേക്കാളും മുമ്പായിരിക്കും ഈ ബോൾട്ട് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്തായാലും കയറ്റിയിട്ടേക്കാം. ഒരു പക്ഷേ ഒരു ഓയിൽ ലീക്കിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇല്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിളുണ്ടല്ലോ, ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യണുണ്ട്. ബാറ്ററി നോക്കുമ്പോൾ നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ്. പുതിയ ബാറ്ററിയാണ്, വലിയ പഴക്കമായിട്ടില്ല. നമ്മളതിൻ്റെ വോൾട്ട് നോക്കണുണ്ട്. അപ്പോൾ 12.95 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ. പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമുക്ക് സർവീസിനകത്ത് അതും കൂടി ഇൻക്ലൂഡിങ് ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കിൻ്റെ ലിവറൊക്കെ നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം ബ്രേക്കുമായി ബന്ധപ്പെട്ട് കേസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.